ഹായ് എവ്രി വൺ, ഞാൻ ചിന്മയി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയൊരു റീസെറ്റ് റുട്ടീനാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇപ്പം നാട്ടിൽ പോയി വന്നിരിക്കുകയാണ്. ലാസ്റ്റ് 3 വീക്സ് ഞാൻ നാട്ടിലായിരുന്നു ആൻഡ് അവിടുന്ന് തിരിച്ചു വന്ന് എല്ലാവരെയും കണ്ട് നല്ല സന്തോഷമായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. സോ വന്നതിന് ശേഷം നമ്മൾ വീട് നോക്കുമ്പോൾ നമ്മൾ വിട്ട പോലെ തന്നെ ആയിരിക്കുമല്ലോ വീട്ടുണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് വീക്ക് ബിഫോർ വി വെൻ ടു ഇന്ത്യ, ആ സമയത്ത് ഫുൾ തിരക്കായിരുന്നു. എനിക്ക് പണിയുണ്ടായിരുന്നു, പിന്നെ പാക്കിങ്, അങ്ങനെ പല പല കാര്യങ്ങളായിട്ട് കുറച്ച് ഇഗ്നോർ ചെയ്തിരുന്നു വീടിൻ്റെ ഓർഗനൈസിങ് അങ്ങനത്തെ കാര്യങ്ങൾ. സോ ദാറ്റ്സ് വാട്ട് വി ആർ ഗോയിങ് ടു ടാക്കിൾ ഇൻ ദിസ് വീഡിയോ. സോ അടുത്ത 2-3 ദിവസമായിട്ട് നമ്മൾ നല്ല ഓർഗനൈസേഷൻ ആൻഡ് പ്ലാനിങ്, മീൽ പ്രെപ്പിംഗ്, ഗ്രോസറി ഷോപ്പിംഗ്, അങ്ങനെ ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഏറ്റവും ആദ്യത്തെ 2 കാര്യങ്ങൾ വിച്ച് ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് വിത്ത് ഈസ് ലോണ്ട്രി ആൻഡ് പാത്രം കഴുകൽ. ഈ 2 മെയിൻ കാര്യങ്ങൾ കഴിഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യം കഴിഞ്ഞ പോലെയാണ്. സോ നമ്മൾ ഈ കാര്യമാണ് ഫസ്റ്റ് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലഗേജിൽ നിന്നും എല്ലാ വാഷ് ചെയ്യേണ്ട തുണികളും മാറ്റി വെച്ച് അതിനെ ഞാൻ വാഷിംഗ് മെഷീനിലിടാണ്. അപ്പോഴത്തേക്ക് തന്നെ മിത്തു ഓൾറെഡി ഡിഷ് വാഷർ ലോഡ് ചെയ്തിരുന്നു. ഞാൻ എല്ലാ പാത്രങ്ങളും എടുത്ത് അതിൻ്റെ സ്ഥലത്ത് വെക്കുകയാണ്. അതേ സമയത്ത് ഞാൻ ഈ ലഗേജിനെ കാലിയാക്കിയിട്ട് അതിൻ്റെ സ്ഥലത്ത് വെക്കുകയും ചെയ്യാണ്. അങ്ങനെ നമ്മൾ ടു ഡു ലിസ്റ്റിൽ നിന്നും 2 വലിയ ടാസ്ക് കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് ബിഗ് ടാസ്ക് ആണ് ഫ്രിഡ്ജ് ക്ലീനിങ്. ഓൾമോസ്റ്റ് 5 ആഴ്ചയായി ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ട്. ബിക്കോസ് നമ്മൾ നാട്ടിൽ പോകുന്നതിൻ്റെ 2 വീക്സ് മുന്നേ ആണ് ഞാൻ ക്ലീൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല ഡീപ്പ് ക്ലീനിങ് ആവശ്യമുണ്ട്. ഫസ്റ്റ് ഞാൻ എല്ലാ സാധനങ്ങളും പുറത്തെടുത്ത് വെച്ചു ആൻഡ് അതിൽ എക്സ്പയർ ആയതെല്ലാം സൈഡിലേക്ക് വെച്ചു. എന്നിട്ട് എല്ലാ ട്രേസും പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നെ ഞാനൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് എടുത്തിട്ട് ഫ്രിഡ്ജിനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് എല്ലാ എക്സ്പയർ ആയ ഐറ്റംസ് വിച്ച് വിൽ ബി ത്രോയിങ് അവേ. ഈ ട്രേസ് എല്ലാം സോപ്പിട്ട് വാഷ് ചെയ്യാണ്. ഇത് എല്ലാ മാസവും നമ്മൾ ചെയ്യാറുണ്ട്. അതിനുശേഷം നല്ലൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് ഡ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ തിരിച്ചു വെക്കേണ്ടത്. അങ്ങനെ നമ്മളുടെ 4th ടാസ്ക് ഇസ് ഓൾസോ ഡൺ. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഗ്രോസറി ഷോപ്പിംഗ്. അതിനു മുമ്പ് നമുക്ക് അടുത്ത ആഴ്ച വേണ്ട ഫുഡെല്ലാം പ്ലാൻ ചെയ്യണം. അതാണ് ഞാനിപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദാറ്റ് ഞാൻ ഗ്രോസറി ലിസ്റ്റ് ഇതാ ഫോണിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെതർ കുറച്ച് നന്നാവാൻ തുടങ്ങിയതായി. ഈ ഓട്ടൊക്കെ എടുത്ത് പുറത്ത് ആൾക്കാർ സെയിലിങ്ങിനായിരുന്നു. ഇന്ന് കുറച്ചധികം ആൾക്കാരുണ്ട്. ഓ, ഇവിടെ മാരത്തോൺ എങ്ങനെയായിരുന്നു? ഓക്കെ, അതാ എല്ലാ 100 മീറ്ററിലും ഇങ്ങനെ പോലീസ് നിൽക്കുന്നുണ്ട്. ഇതാ ഇവിടെ ഒരു പോലീസ് ഉണ്ട്, ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ഒരു പോലീസ് ഉണ്ട്. പോലീസാണോ വോളണ്ടിയർ ആണോ അറിയാം. വോളണ്ടിയേഴ്സ് ആയിരിക്കും. അതാ നമ്മൾ ഇത്ര പെട്ടെന്ന് ക്രോസ് ചെയ്ത്. ഇന്നത്തെ ടെമ്പറേച്ചറിൽ ഒരു 7-8 ഡിഗ്രി ആണ്. അത് കമ്പയർ ചെയ്യുമ്പം കുഴപ്പമില്ലാത്തൊരു ടെമ്പറേച്ചറാണ് ഡിസംബറിനെ കമ്പയർ ചെയ്യുമ്പം. പക്ഷേ ഞങ്ങൾ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം തണുക്കുന്നുണ്ട്. അതാ ഞാനിങ്ങനെ ഏറ്റവും തിക്കായിട്ടുള്ള ജാക്കറ്റും തൊപ്പിയും ഇതൊക്കെ ഇട്ടിട്ട് വന്നത്. നാട്ടിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു വെതർ ഡിഫറൻസ് ആണ്. അത് കാരണം തന്നെ എനിക്ക് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നല്ല ചുമയൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മൾ പോകാൻ പോകുന്ന ആസ്ഡ എന്ന ഈ ഒരു ഗ്രോസറി സ്റ്റോർ. ഇവിടെ സൈഡിൽ തന്നെ ഇതൊരു ഫുൾ മൾട്ടി ലെയർ പാർക്കിംഗ് ആണ്. ഇവിടെ കുറേ ആൾക്കാർ ഇവിടെ മേലെ നിൽക്കുന്നതുണ്ട്. ആ ഒരു ഏരിയ ഞാൻ കാണിച്ചില്ലേ, അത് ഇവിടുത്തെ സൺഡേ ഫ്ലീ മാർക്കറ്റാണ്. അവിടെ നമ്മൾ പഴയതായിട്ടുള്ള സാധനങ്ങൾ അവിടെ പോയി വിൽക്കാം ആൻഡ് വി ക്യാൻ ബൈ ദോസ് തിങ്സ്. അപ്പം നല്ല ചീപ്പ് റേറ്റിൽ നല്ല ഫർണിച്ചേഴ്സ്, അങ്ങനത്തെ പലതും, ഫർണിച്ചേഴ്സ് മാത്രമല്ല പല പല ഐറ്റംസും അവിടെ കിട്ടുന്നതായിരിക്കും. ബട്ട് ഫർണിച്ചേഴ്സിന് നല്ല ഡീലാണ് അവിടെ.
ഷോപ്പിംഗ് ഐറ്റംസ് ഇതാ ഇത്രയും സാധനം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ലിഡിൽ ഇപ്പോൾ ഫ്രീ ബേക്കറി ഐറ്റം അവർ തരുന്നുണ്ട് ഫെബ്രുവരി മന്തിൽ. സോ ഇത് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ഒരു ഡോണറ്റ് ആണ്. ആൻഡ് ദെൻ ഐ ഗോട്ട് സം മോസറെല്ല ചീസ്. ഞാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വിചാരിക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. ആൻഡ് നെക്സ്റ്റ് ഇതാ കുറച്ച് ദിൽ ലീവ്സ് ആൻഡ് കൊറിയാണ്ടർ. എപ്പോഴും ആസ്ഡേ പോകുമ്പോൾ ഞങ്ങൾ വാങ്ങുന്ന സാധനമാണിത്. ആസ്ഡേൻ്റെ പീനട്ട്സ്. നമ്മൾ ഇന്ത്യൻ എന്തുണ്ടാക്കുമ്പോഴും പീനട്ട്സ് നല്ല ടേസ്റ്റാണ്, അവിടെ ഇവിടെ ഉപ്മാവിലോ അങ്ങനെയൊക്കെ ഇടാൻ. നെക്സ്റ്റ് വി ഹാവ് ഒരു കിച്ചൺ സ്കെയിലാണ് ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ട് നിൽക്കാനുള്ള ശ്രമത്തിലാണ്. സോ ദാറ്റ്സ് വൈ വി ബോട്ട് ദിസ്. ഇനി നമുക്ക് ട്രൈ ചെയ്യാം ഹൗ ഇറ്റ് വർക്ക്സ്. ആൻഡ് ദെൻ ഗോട്ട് സം വൈറ്റ് മഷ്റൂംസ്. ഇത് ക്ലോസ്ഡ് ആയിട്ടുള്ള ടൈപ്പുള്ള മഷ്റൂമാണ്. ആൻഡ് ഗ്രീൻ ഗ്രേപ്സ്. ആസ്ഡേന്ന് എപ്പോഴും വാങ്ങുന്ന സാധനം. ആൻഡ് ഒരു ക്യാപ്സിക്കം. എന്താ വെച്ചാൽ ഇവിടെ ഒരു ക്യാപ്സിക്കം ഓൾറെഡി ഉണ്ടായിരുന്നു, അപ്പോൾ ഒന്നുകൂടി വേണ്ടിയിരുന്നു ഒരു കറിക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഇത് പൊമഗ്രാനൈറ്റ്. ആൻഡ് ദെൻ വി ഹാവ് സം ബനാനാസ്. ഇത് നമ്മൾ റോബസ്റ്റ ബനാന പോലത്തെ ടൈപ്പാണ്. പിന്നെ വാങ്ങിയത് ക്രീം സോഫ്റ്റ് ചീസാണ്. ഞാനൊരു റെസിപ്പി ട്രൈ ചെയ്യാൻ പോവാണ്, അപ്പോൾ അതിന് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ആവശ്യമായിരുന്നു. സോ ഗോട്ട് ദാറ്റ്. ആൻഡ് ഇത് റൊമെയിൻ ലെറ്റ്യൂസ് എന്ന് പറയുന്ന ഒരു ലെറ്റ്യൂസിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ലെറ്റ്യൂസ് ആണ്. സോ സാലഡ്സിലെല്ലാം ഇത് വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ് സെയിം ചെഡാർ ആൻഡ് മോസറെല്ല ചീസാണ്. ഇത് നമ്മൾ ആക്ച്വലി ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള സാൻഡ്വിച്ചിന് പ്രെപ്പിന് വേണ്ടിയിട്ടാണ് ഇത്. സാൻഡ്വിച്ചും സാലഡും എല്ലാം. സോ അത് ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും വാട്ട് ഐ എം പ്രെപ്പിംഗ്. ആൻഡ് ഈ വീക്ക് ഇഷ്ടമുണ്ടാക്കാൻ പോവാണ്, പുട്ട് ആൻഡ് ഇഷ്ടം. സോ പൊട്ടറ്റോസ് ഫോർ ദാറ്റ്. ആൻഡ് റെഡ് ഗ്രേപ്സ്. ഇതും ഒരു സ്പെഷ്യൽ ഐറ്റത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മയോണീസ്. ആൻഡ് ഇതാ തന്തൂരി മസാല വാങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് വാങ്ങുന്നത്. സോ ഐ ബി ട്രൈങ് ചിക്കൻ തന്തൂരി എല്ലാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, അപ്പോൾ കണ്ടപ്പോൾ ഒന്ന് വാങ്ങാൻ തോന്നി. ജിഞ്ചർ, സ്റ്റേപ്പിൾ, ടൊമാറ്റോസ്. ഇവിടെ പാക്ഡ് ആയിട്ടും ആപ്പിൾസ് കിട്ടും ആൻഡ് ലൂസായിട്ടും കിട്ടും. ഞാൻ എപ്പോഴും എന്ത് ലൂസായിട്ട് കിട്ടുന്നോ ഐ ട്രൈ ടു ഗോ ഫോർ ദാറ്റ് ടു അവോയ്ഡ് പ്ലാസ്റ്റിക് പാക്കേജിങ്. കുറച്ച് വൈറ്റ് ബ്രെഡ് വാങ്ങിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞില്ലേ സാൻഡ്വിച്ചസ് ഉണ്ടാക്കേണ്ടിയിട്ട്. ആൻഡ് ഇത് ബേക്കേഴ്സ് ബ്രെഡ് പോലത്തെ ഒരു ബ്രെഡാണ്, ലൈക്ക് കട്ട് ചെയ്യാത്ത ഒരു ഫുൾ ലോഫാണ്. ഇത് ആക്ച്വലി ലോ GI ബ്രെഡാണ്. GI എന്ന് പറഞ്ഞാൽ ഗ്ലൈസിമിക് ഇൻഡെക്സ്. സോ ഇത് കഴിക്കുമ്പോൾ നമ്മൾ സ്പൈക്ക്, ഗ്ലൂക്കോസ് സ്പൈക്ക് കമ്പാരിറ്റീവ്ലി കുറയും കമ്പയർഡ് ടു ദ മൈദ വൺ. സോ ദാറ്റ്സ് വൈ ഐ ഗോട്ട് ദിസ് വൺ. ആൻഡ് 10 മുട്ട. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഷോപ്പിംഗ്. നമുക്ക് ഇനി ഫ്രിഡ്ജ് പോയി നന്നായിട്ട് അറേഞ്ച് ചെയ്യാം. കൊറിയാണ്ടർ ലീവ്സ് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അതിൻ്റെ സ്റ്റെമ്മിനെ സെപ്പറേറ്റ് ചെയ്തിട്ട് അതിനെ വേറെ സ്റ്റോർ ചെയ്യും. ഒരു ബോക്സിൽ ടിഷ്യൂ ഇട്ടിട്ട് സ്റ്റോർ ചെയ്യും. ഈ സ്റ്റെമ്മിനെ നമുക്ക് ചട്നിയിലോ സൂപ്പിലോ അങ്ങനെ പലതിലും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ മല്ലി ഇലേനെയും വേറെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ടിഷ്യൂ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ എക്സ്ട്രാ മോയ്സ്ചർ ഈ ടിഷ്യൂസ് എല്ലാം വലിച്ചെടുക്കും. ആൻഡ് നമ്മൾ കൊറിയാണ്ടർ ലീവ്സ് നല്ല ഫ്രഷ് ആയിട്ട് 2-3 ആഴ്ചത്തോളം നിൽക്കാറുണ്ട്. അങ്ങനെ നമ്മളുടെ ഫ്രിഡ്ജിലെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തു, നല്ല ക്ലീൻ ആൻഡ് ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊക്കെ നമ്മളുടെ മേജർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് അങ്ങനെ ഈ വീഡിയോയിൽ നമ്മളെല്ലാം ബേസിക് ആയിട്ടുള്ള ഓർഗനൈസേഷൻ കഴിഞ്ഞു. ആൻഡ് ഒരു എന്താ പറയുക, ഒരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പായിട്ട് ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 ദിവസത്തിൽ ചെയ്തത്. ആൻഡ് നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം നമ്മൾ കുറച്ചൊരു ജെറ്റ് ലാഗ് ഉണ്ടാവുമല്ലോ, അവിടെ 5.5 hours മുന്നോട്ടാണ്. സോ ഇപ്പം എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം 7 മണിക്ക് തന്നെ ഉറങ്ങുക ആൻഡ് രാവിലെ 4:30 എണീച്ചിരിക്കുക. ആൻഡ് എണീച്ചിട്ട് വല്ല എക്സസൈസ് അങ്ങനെ ചെയ്യാമെങ്കിൽ ഇറ്റ് വാസ് എ ഡിഫറെൻറ്റ് സ്റ്റോറി. ബട്ട് ഇപ്പം ഫോൺ നോക്കിയിരിക്കുകയാണ് ചെയ്യുന്നത്. സോ വി ഹാവ് ടു ബ്രിങ് സം റുട്ടീൻ ആൻഡ് ഡിസിപ്ലിൻ ഇൻ അവർ ലൈഫ്. സോ അതാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ്. So I'll try to look into more healthy meal prepping and getting a good routine and doing some exercise. അങ്ങനെ പല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇനി അടുത്തത് ചെയ്യാനുള്ളതാണ്. സോ I'll try to cover that in a future video. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും like and subscribe and I'll see you guys in the next video. Bye.